ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാളുടെ പാപം പൊറുക്കാൻ, ശ്രദ്ധിച്ചോ, ഒരാളുടെ പാപം പൊറുക്കാൻ, ഒരാൾക്ക് നന്നാവാൻ ഒരു 10 ദിവസം ആ വാങ്ക് വിളിക്കുന്ന നേരത്തെ തന്നെ നിസ്കരിക്കാൻ, ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവന്റെ പാപം അല്ലാഹു പൊറുക്കും, അവൻ നന്നാവുമെന്ന് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين. وأقم الصلاة, നിസ്കാരത്തെ അതിന് നിശ്ചയിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും അർഹതയുള്ള സമയത്ത് തന്നെ നിങ്ങൾ പതിവാക്കി പോരണേ. ഖുർആൻ അതിന്റെ ഏറ്റവും അടുത്ത സമയം. സഹോദരിമാരെ, ഒരുപാട് തുണി അലക്കാനുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ അതൊരു കാരണമല്ല. മീൻ വെട്ടിയതിന്റെ പേരിൽ എന്റെ ഡ്രസ് മുഴുവൻ നാശമായിരുന്നു. അള്ളാഹിന്റെ മുന്നിൽ അതൊരു കാരണമല്ല. കുട്ടി മൂത്രമൊഴിച്ചത് ദേഹത്തായിരുന്നു. അള്ളാഹിന്റെ മുന്നിൽ അതൊരു കാരണമല്ല. അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയുന്ന നമ്മുടെ കാരണങ്ങൾ കാരണമല്ല. വിരുന്നുകാര് വന്നു, അത് കാരണമല്ല. കാരണം അള്ളാഹ് നിശ്ചയിച്ച ചില കാരണങ്ങളുണ്ട്. അതല്ലാത്ത കാരണങ്ങൾ കാരണമല്ല. ആരെ പറ്റിക്കാൻ പറ്റും? അള്ളാഹിനെ പറ്റിക്കാൻ പറ്റൂല. അള്ളാഹുവിനെ പറ്റിക്കാൻ നമുക്ക് കഴിയൂല. അവന്റെ അടുക്കൽ ലീവ് ആവണമെങ്കിൽ അവൻ പറഞ്ഞതേ ഉള്ളൂ. അവനെ ബോധിപ്പിക്കാൻ നമ്മൾ എത്ര ഉരുണ്ട് കളിച്ചിട്ടും കാര്യമില്ല. സമയബന്ധിതമായി നിർവഹിച്ചോളൂ നിസ്കാരത്തെ. ഇരുളുമുറ്റിയ നേരത്തെ 3 എണ്ണവും പകലിന്റെ വെളിച്ചത്തെ 2 എണ്ണവും. അങ്ങനെ ഇരുളുമുറ്റിയ നേരത്ത് 3 എണ്ണം. അതേതൊക്കെയാ? മഗ്രിബ്, ഇഷ, സുബഹി. പകലിന്റെ വെളിച്ചത്തെ 2 എണ്ണം ളുഹർ, അസ്ർ. ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് ചേകന്നൂരിന് അറിയില്ലായിരുന്നു. മുമ്പ് ഒറ്റക്ക് സ്വർഗത്തിൽ പോയി എന്നിട്ട് മനസ്സിലായില്ല. ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. സുലഫ് എന്ന് പറഞ്ഞാൽ ബഹുവചന. ആ രീതിയിൽ ഖുർആൻ കൃത്യമായി തന്നെ 5 പറഞ്ഞിട്ടുണ്ട്. 5 പറഞ്ഞില്ല എന്നല്ല, പറഞ്ഞിട്ടുണ്ട്. 5നെയും നിങ്ങൾ സമയബന്ധിതമായി നിർവഹിച്ചു പോന്നാൽ ഒന്ന് തീരുമാനം അല്ലാഹുവേ, ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ ചെയ്യും. എന്തെങ്കിലും ആവട്ടെ, ഒരു 11 മണിയാവുമ്പോ തന്നെ തോന്നണം, എന്തേ സമയായിട്ടോ എന്നൊരു തോന്നല്. ആ തോന്നല് നമ്മൾ സമയം പാലിച്ചുകൊണ്ട് കൃത്യമായി ചെയ്യുന്ന, ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരേ ഒരു സൽക്കർമ്മം സ്കൂൾ ബസ് വരുമ്പോ പിള്ളേരെ യാത്രയാക്കൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? മരുന്ന് കഴിക്കാനും സമയം തെറ്റും, കല്യാണ വീട്ടിൽ പോകാനും സമയം തെറ്റും, ഒക്കെ സമയം തെറ്റും. ആ വണ്ടി വരുന്നത് നോക്കും, ആ ഹോണടി, ആ വളവങ്ങയെന്ന് കേൾക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് തന്നെ പറയുന്നത് ഓരോ വീട്ടിൽ തന്നെയുള്ള. സ്കൂൾ ബസ് വരുമ്പോഴേക്കും കുട്ടികൾ റെഡി ആയിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സമയം പാലിക്കുക എന്നുള്ള ഏകദേശമൊക്കെ അവിടെയാണ് ഉള്ളത്. വേറെ എവിടെ ഞാൻ കാണുന്നില്ല. സമയം പാലിക്കലും പൊതുവേ തെറ്റി. അങ്ങനെ ഒരു തെറ്റല് പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന് സമയത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടുള്ളൊരു സമുദായം വേറെ ഇല്ല എന്നുള്ള. സമയം മൈക്രോ സെക്കൻഡ് പറഞ്ഞത് ഖുർആനാ. മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് ഖുർആനാ. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്ക ഭാഗത്താണ് മനുഷ്യൻ സെക്കൻഡിനെയും വിഭജിക്കാം എന്നതിലേക്ക് ചിന്ത പോയത്. പക്ഷേ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ അന്ന് സമയത്തെ വിഭജിച്ചിരുന്നു എന്ന് മഹാനായ സുലൈമാൻ നബിയുടെ ചരിത്രത്തെ പറയുന്ന സൂറത്തുൻ നംലിന്റെ ആയത്ത്. ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക, ഒരു കണ്ണിന്റെ പോള, ആ ഇമ പരസ്പരം കൂട്ടിമുട്ടുന്ന സമയം എത്രയോ, എത്ര ഉണ്ടാവും? 2 ഇമകൾ തമ്മിൽ. അവിടുന്ന് ഈ 2 ഇമകൾ, മുകളിലെ ഇമ താഴെ ഇമയോട് മുട്ടാൻ എത്ര സമയം വേണം? 1 സെക്കൻഡ് വേണോ? വേണ്ട. അതിന്റെയും മുമ്പ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിന്റെയും മുമ്പ് എന്ന് പറയാൻ പറ്റുന്ന ടൈം മതി.
ആയിരക്കണക്കിന് കിലോമീറ്റർ എന്ന് പറയാവുന്ന അകലത്തിലുള്ള ബൽക്കീസിന്റെ കൊട്ടാരത്തിലെ പച്ചക്കോമേദങ്ങളും തീർപ്പൂജ്യങ്ങളും പുഷ്യരാഗങ്ങളും പതിപ്പിച്ച നയന മനോഹരമായ സിംഹാസനത്തെ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ ഞാൻ എത്തിക്കാമെന്ന് പറഞ്ഞ മഹാനായ ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ പറഞ്ഞ വാക്ക് സെക്കൻഡിനെയും വിഭജിച്ചു എന്ന് പറഞ്ഞ ഖുർആൻ. സെക്കൻഡിനേക്കാളും മുമ്പ് മൈക്രോ സെക്കൻഡുകളിൽ അളക്കാൻ കഴിയാത്ത, ഇനി ഒരു കണ്ണ് ചിമ്മാൻ മൈക്രോ സെക്കൻഡ് മതി എന്ന് പറഞ്ഞ അതിന്റെ മുമ്പ് അങ്ങനെ സമയത്തെ പറഞ്ഞ ഹുവല്ലദീ ജഅല ശംസ ളിയാഅ വൽ ഖമറ നൂറ വഖദ്ദറഹു മനാസില ലിതഅലമൂ അദദസ്സിനീന വൽ ഹിസാബ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ പടച്ചവൻ എന്തിനാണ്? ലിതഅലമൂ അദദസ്സിനീൻ, എത്ര കൊല്ലം ജീവിച്ചു എന്നറിയാൻ, വൽ ഹിസാബ്, സമയം അറിയാൻ, കണക്ക് നോക്കാൻ വേണ്ടി എന്ന് ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയം പാലിച്ചുകൊണ്ട് നിസ്കരിച്ചോളൂ. ഇന്നൽ ഹസനാത്ത്, അങ്ങനെ 5 വഖത്ത് ഒരു ദിവസം നിനക്ക് സമ്പാദിക്കാൻ പറ്റിയാൽ അതാണ് പരിപൂർണ നന്മ. ആ നന്മ വന്നാൽ യുദ്ഹിബിന സയ്യാത്ത്, നിന്റെ ദുശീലങ്ങൾ മാറുമെന്ന് ഖുർആൻ. അദ്ഹബ യുദ്ഹിബു എന്ന പ്രയോഗം സാധാരണ ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? അദ്ഹബ യുദ്ഹിബു എന്ന പ്രയോഗം സാധാരണ ചെയ്യുന്നത് തുരുമ്പ് പിടിച്ച ഒരു അരിവാള് ഒരു കൊല്ലന്റെ ആലയിൽ കൊണ്ടുപോയി കൊടുത്താൽ ഉലയുടെ അകത്ത് ആളിക്കത്തുന്ന കനൽ കട്ടയിലേക്ക് തുരുമ്പിച്ച അരിവാള് വെച്ച് കഴിഞ്ഞാൽ ആ തീ ഇങ്ങനെ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുരുമ്പ് നീങ്ങുന്നത് ഏതുപോലെയോ, അത് കഴിഞ്ഞ ആ ഇരുമ്പിന്റെ ദണ്ഡിന്, ആ ആയുധത്തിന് മൂർച്ച വരുന്നതിന്റെ തീവ്രത എങ്ങനെയോ അവിടെ പറയുന്ന പ്രയോഗമാണ് അദ്ഹബ യുദ്ഹിബു. മനസ്സിലായില്ല? ആ വാഴയുടെ ചോട് ഇങ്ങനെ നന്നാക്കി വന്നപ്പോഴാ പണ്ടത്തെ ഒരു പിച്ചാത്തി കിട്ടിയത്. നല്ല പച്ച ഇരുമ്പ്, ഇത് കളയാൻ പറ്റില്ല, ഒന്ന് കുടഞ്ഞു നോക്കി, കൊട്ടി നോക്കി, മണ്ണൊക്കെ പോയി, നല്ല തുരുമ്പ, എന്നാലും ഇതിന് നല്ല വാഴ്ത്തല കിട്ടും, നല്ല ഇരുമ്പാണിത്. അങ്ങനെ കൊല്ലന്റെ ആലയിച്ചൊന്നു ഉലയിലെ തീയിലിട്ട് ഇങ്ങനെ കാഞ്ഞു, എന്നിട്ട് അതിനൊന്ന് ഫ്രഷ് ആക്കി എടുത്തു. ഈ സാധനം ആദ്യം കണ്ടത് ഇതും തമ്മില് നല്ല മാറ്റമുണ്ട്. ആ പെർഫോമൻസ് ആണ് ഒരു മനുഷ്യന്റെ നന്മയുടെ ഏടിലേക്ക് നിസ്കാരത്തെ സമയത്തിൽ ചെയ്താൽ കിട്ട എന്ന് ഖുർആൻ. ഒന്നുകൂടി ആയത്തിന്റെ അർത്ഥം പറയാം. വഅഖിമിസ് സ്വലാത തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈൽ, രാവിന്റെ ഇരുള് മുറ്റിയ ആ സന്ദർഭത്തെ, ഇരുള് തിങ്ങി നിൽക്കുന്ന സന്ദർഭത്തിലെ 3 എണ്ണവും പകലിന്റെ വെളിച്ചത്തിലെ 2 എണ്ണവും എന്ന 5 വഖത്തിന്റെ നിസ്കാരത്തെ സമയം പാലിച്ച് ആദ്യ സന്ദർഭത്തിൽ നിങ്ങൾ നിർവഹിച്ചാൽ ഇന്നൽ ഹസനാത്ത്, അതാണ് സ്വീകാര്യോഗ്യമായ പുണ്യങ്ങൾ. യുദ്ഹിബിന, ആ പുണ്യം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കും. ഏതുപോലെ? ഇരുമ്പിന്റെ തുരുമ്പ് കൊല്ലന്റെ ആലയിലെ ഉലയിലെ തീയിൽ കാഞ്ഞപ്പോ നീങ്ങിയ പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ പാളിച്ചകളെ, കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളെ, നിലവിലുള്ള ദുശീലങ്ങളെ അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ആശയം ദിക്റാ, അത് ചിന്തിക്കാനുള്ളതാണ്. ലിദ്ദാകിരീൻ, പടച്ചോനെ ഓർത്ത് ജീവിക്കണമെന്ന്, ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാർക്ക് ഈ ആയത്ത് പാഠമാ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമൊന്നുമല്ലത്. മുനാഫിഖീങ്ങളെ പറഞ്ഞു ഖുർആനില്. എത്രയാ പറഞ്ഞു? നമുക്കൊരു ഒന്ന് പരിശോധിക്കാം. അൽ ബഖറയിലെ ആദ്യത്തെ 20 ആയത്ത്. സൂറത്തുൽ ബഖറ പിശാചിനെ ഓടിക്കുന്ന അധ്യായമാണ്. ഒരു വീട്ടിലത് വീട് പണിത ശേഷം 7 പ്രാവശ്യം പാരായണം ചെയ്തിരിക്കണമെന്നാണ്. ഒരു വീട് പണിതിട്ട് ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ അൽ ബഖറ 7 എണ്ണം പാരായണം ചെയ്തതാവണം. എന്തുകൊണ്ട്? ശൈത്താനെ അതിരുവിലക്കലാണിത്. മഹാനായ ശൈഖുന ചെറുവാളൂർ ഉസ്താദ്, അല്ലാഹു ഖബർ വെളിച്ചാക്കട്ടെ, എപ്പോഴും പറയുമായിരുന്നു, മിക്കവാറും ഒരു വിഷമം വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ചെല്ലുന്നവരോട് പറയും, ഇത് 7 പ്രാവശ്യം വീട്ടിൽ അങ്ങോട്ട് ഓതിക്കോ, അത് മാറിക്കോളും. എന്തുകൊണ്ട്?
അൽ ബഖറ 7 വട്ടം ഓതുമ്പോ ഹദീസിലുണ്ടല്ലോ ലാ തജഅലു ബുയൂതകും മഖാബിറ, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം. നിങ്ങളുടെ കുടുംബങ്ങളെ, വീടുകളെ നിങ്ങൾ പിശാച് നിറഞ്ഞു നിൽക്കുന്ന ശവപ്പറമ്പാക്കല്ലേ. ശവപ്പറമ്പിൽ പിശാചുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശൈത്വാന്മാർ ഏറ്റവും കൂടുതൽ കാണപ്പെടാൻ സാധ്യതയുള്ളത് മുസ്ലിം അല്ലാത്തവരെ മറവ് ചെയ്യുന്ന ശ്മശാന ഭൂമികളിൽ. അല്ല, മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്നിടത്തുണ്ടാവും. എല്ലാ സ്ഥലത്തുണ്ട്. ഇബ്നു കഞ്ചൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ജിന്ന് മുഹമ്മദ് ഈസ ദാവൂദ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ചെറിയ ലിഖിതങ്ങൾ ഗൂഗിളിലുണ്ട്. ഇബ്നു കഞ്ചൂറുമായി മുഹമ്മദ് ഈസ ദാവൂദ്, അദ്ദേഹം ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ വലിയ ബിരുദമൊക്കെ എടുത്തു വന്നാണ്. കൈറോയിലൊക്കെ പഠിച്ചിട്ടുള്ള വലിയ വിദ്യാഭ്യാസ വിചക്ഷണനായ മുഹമ്മദ് ഈസ ദാവൂദ് ഇബ്നു കഞ്ചൂർ എന്ന് പറയുന്ന മുസ്ലിം ജിന്നുമായി നടത്തിയ സംഭാഷണത്തിൽ ഈ മുസ്ലിം ജിന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഭൂമിയിൽ വസിക്കുന്ന ഇടങ്ങൾ എവിടെ എന്ന്. 72% ജിന്നുകൾ വസിക്കുന്നത് വെള്ളത്തിലാണ്, സമുദ്രത്തിലാണ്. ബർമുഡ ട്രയാങ്കിൾ ഒക്കെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഭാഗം. അങ്ങനെയെങ്കിൽ ശവപ്പറമ്പുകൾ മനുഷ്യനെ കുഴിച്ചിടുന്നോടത്ത്, പ്രത്യേകിച്ച് ഒരു ഇസ്ലാമികമായ അന്തരീക്ഷമില്ലാത്തടത്ത് കൂടുതലുണ്ടാവും. അതുപോലെ നിങ്ങളുടെ വീടാവല്ലേ, ശവം കുഴിച്ചിട്ട സ്ഥലം പോലെ നിങ്ങളുടെ വീടാവല്ലേ, അവിടെ പിശാച് കൂടുതലാണ്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ചില വീടുകളിലെ രോഗങ്ങൾ മാറുന്നില്ല. ചില വീട്ടുകാര് പറയും ഒരു സ്വസ്ഥതയുമില്ല, ഒരു ഐശ്വര്യവുമില്ല. ഉസ്താദേ, എന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. പരിഹാരം കേട്ടോളൂ. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു അൽ ബഖറ ഓതിയാൽ 3 ദിവസം നിന്റെ വീടിന്റെ പരിസരം തന്നെ പിശാച് മറക്കും. അൽ ബഖറ ഓതുമ്പോൾ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്നും പിശാച് പാഞ്ഞ് അകലുമെന്ന് ഖാല റസൂലുള്ളാഹി. അൽ ബഖറ ഓതിയാൽ മതി. ഒരു അൽ ബഖറയുടെ എഫക്റ്റ് ഒരു പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ 8 മണിക്കൂർ വരെ അതിൻ്റെ ഇത് കിട്ടുമെന്ന്. അതാണ് 1 വീതം എത്ര തരാ, നല്ല പനിയാണെങ്കിൽ 1 വീതം 3 തരാ എന്നാ പറയാം. 8 മണിക്കൂർ വരെ അത് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാ. 8 മണിക്കൂർ വരെ അത് കഴിച്ച ശരീരത്തിലെത്തി ദഹിച്ചാലും അതിന്റെ ആ ഒരു ഇത്. ഒരു അൽ ബഖറ 3 ദിവസം വരെ പിശാചിനെ ആ ഏരിയയില് അട്ടിപ്പിക്കൂല. നല്ലൊരു അൽ ബഖറ ഓതിയെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. നല്ലോണം ഒരു ഒഴുക്കൻ സാമ്പാറാണെങ്കിൽ അത് ഇന്നത്തോടുകൂടി നിർത്തിക്കോളാൻ പറയും. ആര്? ഭർത്താവ് പറയും. നല്ല സാമ്പാറാണെങ്കിലാ കൊള്ളാലോ, ഇടക്കിടക്ക് ഇത് വെക്കട്ടോ എന്ന് പറയും. നല്ല ഒഴുക്കം മട്ടിനുള്ള കാണിക്കലാണ് നമ്മൾ അൽ ബഖറ ഓതിയപ്പോ കാണിച്ചതെങ്കിൽ പിശാച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരും. നല്ലൊരു അൽ ബഖറ നല്ലോണം നല്ല നെയ്യത്തില്, പടച്ചോനെ ഇതുകൊണ്ട് ഗുണം വേണേ. ഓരോ ആയത്തിലും അല്ലാഹുവോട് മനസ്സ് കൊടുത്ത് അഭയം തേടിക്കൊണ്ട് ഒരു അൽ ബഖറ ഓതിയാൽ 3 ദിവസം വരെ പിശാച് അകന്നു നിൽക്കും. അങ്ങനെ 3 എന്നത് 7 21 തുടർച്ചയായിട്ട് അങ്ങ് കൊടുത്താൽ പിന്നെ അവൻ വരൂല. 21 ദിവസത്തെ പ്രഹരം അവന് കിട്ടിക്കഴിഞ്ഞു. 7 ദിവസം അൽ ബഖറ ഓതുമ്പോൾ 7 ദിവസം ഓതുമ്പോൾ ഒരു ദിവസത്തിന് 3 ദിവസം എന്ന കണക്കിലാണ് പിശാചിന് പ്രഹരം കിട്ടുക. 7 21 അവന് ഓടിയകലും. അൽ ബഖറയിൽ എന്താണ് ചർച്ച? സൂറത്തുൽ ബഖറ തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യത്തെ 20 ആയത്ത് എടുത്തു നോക്കിയാൽ കാണാം. ആദ്യത്തെ 5 ആയത്ത് മുഅ്മിനീങ്ങളെ പറ്റിയാ. പിന്നെ പറഞ്ഞ 2 ആയത്ത് 6ഉം 7ഉം കുഫറിനെ പറ്റിയാ. 20 ആയത്തല്ലേ, ഇനി ബാക്കി എത്രയുണ്ട്? 13 ആയത്തും മുനാഫിഖിനെ പറ്റിയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. അടുത്തെന്താ? വയുഖീമൂന സ്വലാഹ്. എന്തിനെ പറ്റിയാ പറഞ്ഞു?
തുടങ്ങാണ്. അൽ ബഖറ തുടങ്ങിയതെന്താ? നിസ്കാരം. ഈമാൻ കഴിഞ്ഞപ്പോൾ യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാ. എങ്ങനെയും നിസ്കരിക്കാനല്ല പറഞ്ഞത്, യുഖീമൂന, അതിന്റെ സമയം പാലിച്ച് നിസ്കരിക്കുന്നവരുടെ ഗുണങ്ങളാണ് മുഅ്മിനിന്റെ ഗുണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടേ ഗുണമുള്ളൂ, അതുകൊണ്ടേ നമുക്ക് ഗുണമുള്ളൂ. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ശീലമാണ് മക്കൾക്കുള്ളതെങ്കിൽ നിർബന്ധിക്കണം. ഉമ്മ അത് ഖളാ ആകുന്നതിന് മുമ്പ് പോരാ മോനെ, ഖളാ ആകുന്നതിന് മുമ്പല്ല. നീ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിന്റെ വയറ് വീർത്ത് കെട്ടും, നിനക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? എന്നാൽ നിസ്കാരവും അത് തന്നെ. സമയം തെറ്റിയാൽ അത് നിനക്ക് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാവും. എന്തുകൊണ്ടാ? നിന്റെ സമയത്ത് നീ മാനിക്കുന്നില്ല. മുനാഫിഖീങ്ങളെ പറ്റി പറയുന്നുണ്ട്. അൽ ബഖറയുടെ 7, 6, 7 കുഫർ പറഞ്ഞു, 8, 9 മുതൽ അങ്ങനെയാണ്. എന്താണ്? മുനാഫിഖീങ്ങളെ പറ്റി പറയുന്നോടത്ത് ഖുർആൻ പറയുന്നുണ്ട്, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിൽ ചിലരുണ്ട്, അവര് പറയും ഞങ്ങൾ അല്ലാഹനെ വിശ്വസിച്ചിരിക്കുന്നു, അന്ത്യനാളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഹും ബിമുഅ്മിനീൻ. അവരൊരു കുന്തോ അല്ല, അവർ മുഅ്മിനല്ല. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. യഥാർത്ഥത്തിൽ അവർ കയ്യ് കെട്ടിയിട്ട് അല്ലാഹനെ കളിയാക്കാണ്. അവരെ കയ്യ് കെട്ടാൻ വന്നത് അല്ലാഹനെ കളിയാക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തിരിക്കുന്നത് സമയത്തിനുള്ളതാ. ഞാൻ ചോദിക്കട്ടെ, 8:30 മണിക്ക് ബെല്ലടിച്ച് ക്ലാസ് ആരംഭിക്കുമെന്ന് പറഞ്ഞ ആ സ്കൂളിൽ ഒരു കുട്ടി സ്ഥിരമായി 8:30 വരുന്നില്ല. അവൻ വരുന്നത് 9 നേരം, എന്നും വൈകി വരുന്നു. ആ കുട്ടിയോട് ആ ക്ലാസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന അധ്യാപകന് വല്ല തൃപ്തി ഉണ്ടാവും. അവൻ വന്നോന്ന് വെച്ചാൽ വന്നു. അവിടെ അവനോട് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ട്, അവിടെ അതിനൊരു സമയം അല്ലാഹു നിശ്ചയിച്ചു. കിതാബം മൗഖൂതാ, നിങ്ങൾക്ക് വഖത്ത് നിശ്ചയിക്കപ്പെട്ട ഫർളായ അമലാണ് നിങ്ങളുടെ നിസ്കാരമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ സുദീർഘമാക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഘടികാരമാണ് നിസ്കാരം. അതിന്റെ സമയത്ത് നമ്മൾ പാലിച്ചു കൊണ്ടുപോയാൽ നമ്മുടെ സമയത്തിൽ മാറ്റങ്ങൾ വരും. ജീവിതത്തിൽ സമയം കിട്ടുന്നില്ല എന്ന പരാതി മാറും. ആദ്യം തന്നെ സുബഹിക്ക് എണീക്കുമ്പോ തന്നെ അടുപ്പത്തേക്ക് അരിക്കുള്ള വെള്ളം അങ്ങോട്ട് വെച്ചാൽ തന്നെ ചായക്ക് വേണി എടുക്കാൻ അല്ലെ, അടുപ്പം അങ്ങോട്ട് പൂട്ടിയ അല്ലെ. ആ ഗ്യാസ് ഉപയോഗിക്കുന്ന വീട്ടിലാണെങ്കിൽ അങ്ങനെ, വിറക് എത്തിക്കുന്ന വീടാണെങ്കിൽ ആ എണിച്ചു വരുമ്പോ തന്നെ അങ്ങനല്ലേ, ഒരു വലിയൊരു വർക്ക് അവിടെ കഴിഞ്ഞ ആ അരി അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ പകുതിയിലധികം ഞാൻ വേവണനുമ്പോ ആ വെള്ളത്തിൽ നിന്നൊരു കപ്പ് വെച്ച് മുക്കിയെടുത്താൽ ചായക്കുള്ള എന്ന് കിട്ടും. ഞാൻ നിങ്ങളെ അടുക്കളപ്പണി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായില്ല. ഒക്കെ അതിന്ന് കിട്ടും. ഒരു രാവിലെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഒരാളാണ് ഇത്തിരി വലിയ കലം വാങ്ങിയാൽ മതി, എല്ലാ പ്രശ്നവും അതിലുണ്ട്. എവിടെ? ഈ അടുപ്പിന്റെ ഒട്ടിൽ നിന്ന് തന്നെ പരിഹരിക്കാവുന്നുള്ളൂ. എല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ സമയത്തിൽ കുറെ മാറ്റങ്ങൾ വരും. മുത്ത് നബി പറഞ്ഞു, ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് മനുഷ്യർക്ക് തോന്നും സമയം പോയല്ലോ, ഒരാഴ്ച പോയത് എങ്ങനെയാന്ന്, പഠിച്ചവന് ഒരു കൊല്ലായ നാള് കഴിഞ്ഞ മാതിരി തോന്നുന്നു. അങ്ങനെ പറയാറില്ലേ? ഒരു കൊല്ലായ തോന്നല്ല കേട്ടോ. ഒരാഴ്ച പോയതറിഞ്ഞില്ല. സമയം പോയത്, സമയത്തോടടുത്തു. മനുഷ്യർക്ക് തോന്നും ഏത് കാര്യത്തിനും സമയം തികയുന്നില്ല എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളം. മനുഷ്യർ അങ്ങനെ അനുഭവിച്ച് ജീവിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാൻ നേരം കിട്ടുന്നില്ല.
ഇന്നായിരുന്നു നമുക്കത് വേണ്ടത്. നേരം പോയിഞ്ഞിപ്പോ നാളെ ആവട്ടെ അല്ലെ? എത്ര പദ്ധതികളാ ഓരോ വ്യക്തികളും ഇന്ന് കഴിയേണ്ടത് നാളത്തേക്കും പിന്നെ അപ്പുറത്തേക്കും മാറ്റിവെക്കാം. ഇങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ മനുഷ്യൻ ജീവിക്കുന്ന കാലമാണ് ഖിയാമത്തിന്റെ അടയാളം. നബി മുഹമ്മദ് മുസ്തഫ ഖിയാമത്ത് നാളിനോടടുക്കുമ്പോ മനുഷ്യർക്ക് ഫത്തകൂനു സനത്തു കശ്ശഹരി, ഒരു കൊല്ലം ഒരു മാസം പോലെ, വശ്ശഹുറു കൽ ജുമുഅ, ഒരു മാസം ഒരു ആഴ്ച പോലെ, വതകൂനുൽ ജുമുഅതു കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം പോലെ, വയകൂനുൽ യൗമു കസ്സാഅ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ, വതകൂനു സഅതു കൽ റുമതി ബിന്നാർ, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് തീപ്പൊരി അണയുന്ന പോലെ. നബി മുഹമ്മദ് മുസ്തഫ ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു മണിക്കൂർ എങ്ങനെ തീരാന്നറിയോ? ഒരു തീപ്പെട്ടി കൊള്ളി ഉരച്ചു, സ്വാഭാവികമായിട്ട് ആ കത്തി വന്ന അപ്പൊ തന്നെ കിട്ടുമല്ലോ. പിന്നെ അതിന്റെ തുമ്പിൽ ചെറുതായിട്ടൊരു ചുവന്ന കളറിലൊരു സാധനമുണ്ട്. എത്ര സെക്കൻഡ് വേണ്ടി വരും അത് കറുപ്പായി മാറാൻ? ഒരു തീക്കനല് തീപ്പൊരി കരിയാകുന്ന പോലെ അത്ര നേരെ നമുക്ക് തോന്നൂ ഒരു മണിക്കൂർ തീരുന്നതെന്ന്. എന്റെ വക പറഞ്ഞതല്ല, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്, അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെയാ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള പരിഹാരം, നിസ്കാരത്തെ അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിച്ച് പോന്നാൽ ഇങ്ങനെ കുറെ നേട്ടങ്ങളുണ്ട്. നമ്മളും നന്നാവും, നമുക്ക് സമയവും കിട്ടും. ഉച്ചക്ക് ചോറിറ്റൊക്കെ കഴിഞ്ഞൊരു 15 മിനിറ്റ് കിടക്കാനും നേരം കിട്ടും, ഒക്കെ കിട്ടും സമയത്തിന്. ആദ്യം തന്നെ ഈ സാധനം ഉണ്ടല്ലോ, ആ കിടക്കപ്പായി നിന്നാണ് മാറ്റി വെക്കുക. ആരാണ്ട് സമയം നോക്കാൻ വേണ്ടി മൊബൈലിൽ നോക്കിയാൽ അതോടുകൂടി ഉള്ള സമയം കൂടി പോയി. അത് നോക്കിയപ്പോഴാണ് മൂത്താപ്പാട് പോകാൻ മെസ്സേജ് അയച്ചത് കണ്ട് പിന്നെ അതിന്റെ പുറകെ പോയി. അങ്ങനെ പോയി 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 അവസാനം ഈ കുന്തം എന്തിനാ എടുത്തെന്ന് മനസ്സിലാവണില്ല. സമയം നോക്കാൻ വേണ്ടിട്ട് മൊബൈൽ എടുത്ത് എന്ത് ചെയ്യും? സമയം പോകും. ഒരു മനുഷ്യന്റെ സമയം കളയുന്ന സമയക്കൊല്ലികളാ ഇഷ്ടം പോലെ. എന്നിട്ടും നമ്മൾ പറയും നേരം പോക്കില്ല. അതെ, അതിന് സുഖമല്ലെന്ന് പറയാം. അതിന് വേറെ മരുന്ന്, അതിന് വേറെ മരുന്ന്. ഒരു മനുഷ്യന്റെ ആയുസ് സ്വന്തം സമയത്തെ പാഴാക്കിയവന്റെ ആയുസ്സാണ് അവൻ പാഴാക്കിയതെന്ന് മഹാനായ റസൂലുള്ളാഹി. തിരിച്ചു കിട്ടൂലല്ലോ, അത് തിരിച്ചു കിട്ടൂല. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഈ നിസ്കാരം തരുന്ന ഒരു സ്വാധീനമുണ്ട്. നമ്മളെ നന്നാക്കല, നമ്മളെ ഒരു നല്ല ഫ്രഷ് നല്ല ആരോഗ്യമുള്ള ആളായി. ഞാൻ അതിന്റെ ശാസ്ത്രീയമായ ഭാഗങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, മനസ്സിന്റെ ചിന്ത, ഇതൊക്കെ വളരെ കൃത്യമായി നിസ്കാരം ഇങ്ങനെ കൊണ്ടുവരാം, കൺട്രോൾ ചെയ്തു പോവാണ്. നമ്മൾ മരിക്കണ വരെയാണ്. നമുക്ക് ഓർമ്മശക്തി ഉണ്ടോ? ആ ഓർമ്മശക്തി നിലനിൽക്കുന്നിടത്തോളം കാലം നിസ്കാരം നമുക്ക് നിർബന്ധം. നമ്മളവിടെ എണീറ്റിരിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓർമ്മശക്തി ഉള്ളോടത്തോളം കാലം കിടന്നോടത്തുനിന്ന് കിടന്നോണ്ട് തന്നെ. ഫ്ലൈറ്റിലാണ്, സുബഹി നിസ്കരിക്കാൻ നിർവാഹമില്ല, ഒതു കൊടുക്കാൻ നിർവാഹമില്ല, പരമാവധി ഒതോടുകൂടി തന്നെ കയറിയിരിക്കാൻ നോക്കാം. സുബഹിയുടെ നേരം അങ്ങനെ ഒതു കൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒതു കൊടുക്കാൻ പരമാവധി ശ്രമിക്കാം. ഒരു രക്ഷയല്ല നിസ്കരിക്കുക. ആ ഇരുന്നോടത്ത് തന്നെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാ? നിസ്കരിക്കുക. ആ വഖത്ത് മാനിക്കുക. നാട്ടിൽ ചെന്നതിന് ശേഷം അത് മടക്കി നിസ്കരിക്കുക. ആ സമയത്തിൽ എങ്ങനെ നിസ്കരിക്കുന്നു അതുപോലെ തന്നെ നിസ്കരിക്കണം. ആ ഓതേണ്ട സൂറത്തുകളൊക്കെ ഓതി ഫ്ലൈറ്റ്, നമുക്കൊരു പക്ഷെ ഫ്ലൈറ്റിൽ മുസല്ല വെച്ച് നിസ്കരിക്കാൻ എല്ലാ ഫ്ലൈറ്റിലും പറ്റിക്കൊള്ളുന്നില്ല. ഫ്ലൈറ്റ് ഒരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെയൊക്കെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ പെട്ടാലും ഇത് ഒഴിവല്ല. അള്ളാഹു നന്നാക്കട്ടെ. അള്ളാഹു നമുക്ക് ഇൽമിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ കബൂലാക്ക് തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ. എല്ലാ രോഗങ്ങളും ശിഫയാക്കുക അല്ലാഹ്. അല്ലാഹുവേ ഇവിടെ സംഗമിച്ച സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസിന് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ക്യാൻസർ രോഗമുള്ള പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. RCCയിലെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് യൗവനങ്ങളുണ്ട് റബ്ബേ, നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ.
അല്ലാ ഞങ്ങളുടെ സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ മനക്കരുത്ത് കൊണ്ടോ ദുർബലമായ ഞങ്ങളുടെ ഈമാൻ കൊണ്ടോ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ദുരിത കഷ്ടപ്പാട് വിഷമങ്ങൾ തരല്ല അല്ലാ. പൊന്നാര മക്കളെ നീ കാക്കണേ അല്ലാ. പഠിക്കുന്ന മക്കൾ റബ്ബേ, സ്കൂൾ കലാലയങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകളിലേക്ക് ഒറ്റയ്ക്ക് പോകുന്ന ഞങ്ങളുടെ പൊന്നുമക്കള് അല്ലാഹുവേ റബ്ബേ, മനുഷ്യൻ തിന്നുന്ന കാലമാണ്. പൊന്നാര മക്കളെ നീ എല്ലാ നിലക്കുമുള്ള ഹിഫ്ളിൽ ചേർക്കണേ അല്ലാ. നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. വിദേശത്തും നാട്ടിലും ജോലി തേടുന്ന ചെറുപ്പക്കാരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ ജോലി അടുപ്പിക്കുക അല്ലാ. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുടെ ആരോഗ്യത്തിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. കിഡ്നി രോഗങ്ങളുള്ളവരുണ്ട് റബ്ബേ, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പലർക്കും വേണ്ടി. അല്ലാഹുവേ, കിഡ്നി ചുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രയാസമുള്ള സഹോദരന് വേണ്ടി ശിഫാ നൽകണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. കച്ചവടത്തിലും ബിസിനസ്സുകളിലും ബറക്കത്ത് കൊടുക്കുക അല്ലാ. കടബാധ്യതകൾ നീ തന്നതാ വീട്ടണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകുക അല്ലാ. മരിച്ച് മണ്ണിന്റെ അടിയിൽ പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരെയും ഞങ്ങൾ ഓർക്കാണ്, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കു അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.